നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും മനസ്സിലാവില്ല. വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോഴുള്ള സന്തോഷമുണ്ട്. പിന്നെ കോട്ടപ്പുറം രൂപത നമുക്കറിയാം, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. അപ്പം ഏതൊരു ദൗത്യവും അതിൻ്റെ അകത്ത് ഇപ്പം ഒരു അച്ഛനാകുമ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നു എന്ന് പറയാം. പക്ഷേ ബിഷപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഒരു ആകുലതയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്തതിന് കോൺസെൻട്രേഷൻ കഴിയുന്നവരെയും എല്ലാം അലക്സ് പിതാവ് തന്നെ ആയിരിക്കും എല്ലാം നോക്കി നടത്തുന്നത്. ഇപ്പോഴും നിങ്ങളെല്ലാവർക്കും നന്ദി പറയും, നിങ്ങളെല്ലാവരുടെ സാന്നിധ്യത്തിനും. പിതാവ്, രൂപതയുടെ ഏത് മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആത്മീയമായിട്ടുള്ളൊരു? ശരിക്കും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും ആയിട്ടില്ല. കാരണം നമ്മളുടെ അപ്പോയിൻമെൻറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും ഇപ്പം കാരിക്കശ്ശേരി പിതാവ് ഒരു ആത്മീയ തലത്തിലേക്ക് വളർത്താനായിട്ട് ശ്രമിച്ചു. പിന്നെ ഭൗതികമായൊരു അടിത്തറ നമ്മുടെ കല്ലറക്ക പിതാവ് നൽകി. ഇപ്പം ഇവിടെ പിതാവിൻ്റെ തന്നെ കാരിക്കശ്ശേരി പിതാവിൻ്റെ തന്നെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല. പിതാവ് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖല ഒന്ന് ശക്തമാക്കണം. പിന്നെ കോട്ടപ്പുറം കിഡ്സിൻ്റെ ജെറ്റ് പ്രോഗ്രാം, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ തന്നെ ഒരു സ്വപ്ന പ്രോജക്റ്റ് പോലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇടുകയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള, കാരണം സമഗ്രമായ വികസനം തന്നെ വേണം. എന്നാൽ നമുക്ക് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഇത് തന്നെയാണ് നമ്മുടെ ദൗത്യം. അതിലേക്കാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ്. പിന്നീട് കൂടുതൽ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം അറിവ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. പൊതുവെ നമ്മുടെ ലത്തീൻ സമുദായം അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുള്ള അവഗണനയുണ്ട്. ഇത്തരം വിഷയങ്ങളെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പൊതുവേ? ലത്തീൻ സമുദായത്തിൻ്റെ ഓരോ മേഖല നമ്മൾ അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോഴും മത്സ്യബന്ധന മേഖലയിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം വിഴിഞ്ഞ ഭാഗത്ത്, ഇപ്പം നമ്മളിപ്പോൾ വരാപ്പുഴ ഭാഗത്തൊക്കെ വരുമ്പോഴേക്കും മുലമ്പള്ളിയിൽ അവരെ കുടിയിറക്കിയതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കും ഇപ്പം നമ്മളുടെ ലത്തീൻ സമുദായം പലപ്പോഴും തന്നെ കടലോര മേഖലയിലാണ്. അപ്പോൾ ഈ CRZ വരെ പലപ്പോഴും അവർക്കൊരു വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. പിന്നെ ദാരിദ്ര്യാവസ്ഥയുണ്ട്. അവരുടെ എഡ്യൂക്കേഷനാണ് പ്രധാനമായിട്ടും ലത്തീൻ സമുദായം മുന്നേറേണ്ടത്. എഡ്യൂക്കേഷനിലൂടെ മാത്രമേ ഒരു നല്ല നമുക്ക് വേണമെങ്കിൽ ശാക്തിവൽക്കരണം, അതാണ് പ്രിമു സാറ് പറഞ്ഞത്, അതാണ് ശരിയെന്ന് പറഞ്ഞാൽ ശാക്തിവൽക്കരണം അത് വേണം. അപ്പം അതിന് ഒത്തൊരുമിച്ചുള്ള പ്രയത്നം വേണം.